നമ്മുടെ ഹൃദയത്തിന് വെളിച്ചമാക്കി തരട്ടെ. ഖുർആൻ വഴി നടത്തുന്ന മാർഗദർശനമാകുന്ന സുന്ദരമായ സുമോഹന പാതയിൽ അല്ലാഹു നമുക്ക് ഇസ്തിഖാമത്ത് പ്രദാനം ചെയ്യട്ടെ. റജബിലും ശഅബാനിലും അല്ലാഹു നമുക്ക് ഒരുപാട് ബർക്കത്ത് ചെയ്യട്ടെ. റമദാനിനെ അല്ലാഹു നമുക്ക് എത്തിച്ചു തരട്ടെ. ഏറ്റവും കൂടുതൽ അമൽ ചെയ്യുന്ന നല്ലൊരു റമദാനാക്കി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞ വർഷങ്ങളേക്കാൾ ഒരുപാട് ഇബാദത്ത് ചെയ്ത് തഖ്വയോടെ ജീവിക്കാൻ നമുക്ക് ഭാഗ്യം നൽകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചവർക്കൊക്കെ അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വിശദീകരിക്കുന്നത് ഒന്ന് നമ്മൾ പറഞ്ഞു, ഫിത്നത്തുദ്ദീൻ, ദീനിലെ ഫിത്ന പരിഹാരം നല്ല കൂട്ടുകെട്ട്, അല്ലാഹുവിനെ ചാരിയത് മണക്കുന്ന നല്ലതിലേക്ക് ഇങ്ങനെ കൂടുക. രണ്ടാമത്തത് ഫിത്നത്തുൽ മാൽ, സമ്പത്ത് കൊണ്ടുള്ള ഫിത്നയാണ്. എന്താ പരിഹാരം? ഈ ദുനിയാവ് നശ്വരം. ചിലപ്പോൾ ഇന്ന് നമ്മൾ ദുനിയാവ് ചിലപ്പോൾ നാളെ, ചിലപ്പോൾ അടുത്ത ആഴ്ച, അതിന് പ്രായത്തിനൊന്നും വ്യത്യാസമില്ല. എൻ്റെ അയൽവാസി ഒരു പെൺകുട്ടി 4 വയസ്സുള്ള ഈ ആഴ്ചക്ക് മുമ്പ് ഈ ലോകത്തോട് വിട പറഞ്ഞു. അത്രയേ ഉള്ളൂ. പെട്ടെന്ന് തീരും. അതിന് കാര്യമോ സിഗ്നലോ മുന്നൊരുക്കങ്ങളൊന്നുമില്ല. ആ ഒരു ബോധം അല്ലാഹു നമുക്ക് എപ്പോഴും പ്രദാനം ചെയ്യട്ടെ. അങ്ങനെ നമ്മൾ മരിച്ചു കഴിഞ്ഞാലോ പിന്നെയുള്ളത് ഖബറാണ്. ആ ഖബറിലേക്കുള്ളതാകണം ദുനിയാവിലേക്ക് ഉണ്ടാക്കുന്നതിനേക്കാൾ നമ്മൾ ഒരുക്കേണ്ടത്. അങ്ങനെ ഖബറിലേക്ക് ഒരുക്കുന്നതിന്റെ പേരാണ് അൽ ബാഖിയാത്തുസ് സ്വാലിഹാത്ത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ബാഖിയാത്തുസ് സ്വാലിഹാത്തിന്റെ വിവക്ഷയൊക്കെ നമ്മൾ പറഞ്ഞു, സാന്ദർഭികമായി നമ്മൾ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഒരു ദിക്റാണ്. ഓർമ്മയുണ്ടോ? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്നിട്ട് ഒരു ബോധം കൂടെ നമുക്ക് വേണം. ആ ബോധത്തിലേക്കാണ് പരിശുദ്ധമായ ഖുർആൻ അടുത്ത ആയത്തിലൂടെ നമ്മളെ ക്ഷണിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വയൗമ നുസയ്യിറുൽ ജിബാൽ وترى الأرض بارزة وحشرناهم فلم نغادر منهم أحدا. ويوم ഒരു ദിവസം വരാനുണ്ട് ട്ടോ. ഇനി കൂടുതലൊന്നുമില്ല. ശാസ്ത്രീയ തെളിവുകൾ പോലും ആ ദിവസത്തിലേക്ക് നാം അടുത്തു എന്ന് ബോധ്യപ്പെടുത്തുന്നു. ഒരു ദിവസം. ഏതാണ് ആ ദിവസം? നുസയ്യിറുൽ ജിബാൽ, പർവ്വതങ്ങളെ നമ്മൾ ചലിപ്പിക്കുന്ന, പർവ്വതങ്ങളെ ഇളക്കുന്ന ഒരു ദിവസം ഇതാ നിന്നിലേക്ക് വരാനുണ്ട്. അതോർത്തുകൊണ്ടിരിക്കണം. അന്ന് ഭൂമിയാകെ വിജനമായി മാറുന്നതും നിനക്ക് കാണാം. ആ ദിവസം നാം മനുഷ്യരെ മുഴുവൻ ഒരുമിച്ച് കൂട്ടും. ഫലം നുഗാദിറു മിൻഹും അഹദാ. അന്ന് അല്ലാഹുവിന്റെ മുമ്പില് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമ്പോ ഫലം നുഗാദിറു മിൻഹും, നാം ആരെയും ഉപേക്ഷിക്കുകയില്ല. അഹദൻ, ഒരാളെയും അതിൽ നിന്ന് മാറ്റി നിർത്തൂല. ചൂളിവും വിളവെള്ളവളല്ലേ. അത് അല്ലാന്റെ അടുക്കൽ പോയാൽ അല്ലാന്റെ അടുക്കൽ നടക്കും. നെയ്സിലൂടെ രക്ഷപ്പെടാം. പിന്നുകൂടിയാണ് പോവാൻ ഒന്നുമില്ല. അതെല്ലാം കാണുന്നുണ്ട്. നമ്മൾ എത്ര ഒറ്റക്കാണെങ്കിലും ഇദാ മാ ഖലൗത തഹറ യൗമൻ ഫലാ തഖുൽ ഖലൗതു വലാകിൻ കുൽ അലയ്യ റഖീബു. ഒറ്റക്കാണെങ്കിലും ഒറ്റക്കാണെന്ന് പറയല്ല മോനെ. വലാകിൻ കുൽ, നീ പറയണേ അലയ്യ റഖീബു, എന്നെ എന്റെ റബ്ബ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.
ഈ കവിത ആര് പാടിയതാ? അഹ്മദ് റളിയല്ലാഹു അൻഹു. അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങള് ഒരു ദിവസം റൂമിന്റെ ഉള്ളിൽ നിന്ന് പൊട്ടിക്കരയാ. റൂമിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഇങ്ങനെ കരയാണ്. കരയുന്നത് പുറത്തേക്ക് കേട്ടു. പുറത്തേക്ക് കേട്ടപ്പോ ഒരു ശിഷ്യൻ വന്നിട്ട് ചോദിച്ചു, എന്തിനാ ഇങ്ങനെ കരയണത്? അപ്പൊ പറഞ്ഞു, എനിക്കൊന്നൊരു 2 വരി, ഒരു ഒറ്റ വരി കവിത കിട്ടി. ആ കവിത എന്നെ ചിന്തിപ്പിച്ചു. ഇതാമാ പൊന്നുമോനെ, ഒറ്റക്കാണെങ്കിലും ഒറ്റക്കെന്നും പറയല്ല, ഖലൗതു എന്ന് പറയല്ല, വലാകിൻ ഖുൽ അലയ്യ റഖീബുഹു, ഞാൻ എത്ര ഒറ്റക്കാണെങ്കിലും എന്നെ നിരീക്ഷിക്കുന്ന അല്ലാഹുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ അല്ലാഹുവിന്റെ മുൻപിൽ ഒരാളുടെ ഒഴിവില്ലാതെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ഒരു ദിവസം നമ്മളിലേക്ക് അടുത്ത് വരും. അടുക്കുന്തോറും രസം എന്താന്ന് ചോദിച്ചാൽ അത് ഉൾക്കൊള്ളാൻ നമ്മുടെ ബുദ്ധിയും നമ്മുടെ മനസ്സും സമ്മതിക്കും. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിന് ശേഷം മിനിമം 1500 വർഷം അന്ത്യനാളിലേക്കുണ്ട്. ഹബീബ് പറഞ്ഞു, ഇങ്ങനെയാണ് ഞാനും അന്ത്യനാളും ഇങ്ങനെയാണ്. നമ്മളിലേക്ക് ഇപ്പൊ ശരിക്കും ഇങ്ങനെയാണ്, പക്ഷെ നമ്മൾ ഇങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അതൊരു പിശാചിന്റെ ചിന്തയായി. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ആ ദിവസം നിന്റെ റബ്ബിന്റെ മുമ്പിൽ അണിയണിയായിട്ട് എങ്ങനെ നിൽക്കും. ശരിക്കും നമ്മൾ നിസ്കരിക്കാൻ പള്ളിയിൽ വന്ന് ജമാഅത്തായി സ്വഫായി നിൽക്കുമ്പോ ഈ ചിന്ത വേണ്ടത് പഠിച്ചോനെ, ഒന്നുമില്ലാതെ എല്ലാം തുറന്നു വെച്ച് അള്ളാന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കേണ്ട ഒരു ദിവസം ഉണ്ടല്ലോ. അങ്ങനെ നമ്മളൊക്കെ നിൽക്കുമ്പോഴോ അല്ലാഹു പറയും, ലഖദ് ജഅൽതുമൂനാ കമാ ഖലഖനാകും അവ്വല മറ, ഞാൻ നിങ്ങളെ ആദ്യം പടച്ചുണ്ടാക്കിയതുപോലെ നിങ്ങൾ ഇതാ ഇപ്പോൾ എന്റെ മുമ്പിലേക്ക് വന്നിരിക്കുന്നു. മരിച്ചു കഴിഞ്ഞ് നമ്മളൊന്നുമില്ലായ്മയിൽ നിന്നുള്ള പഠിച്ചതാണ്. ആ അല്ലാഹുണ്ടോ മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും ജീവിപ്പിക്കാൻ വലിയ പണി? മരിച്ചതിന് ശേഷം ഒരു ലോകമുണ്ടോ എന്നാ ചോദ്യം. ഒന്നുമില്ലായ്മയിൽ നിന്ന് നമ്മളെ പഠിച്ച് റൂഹ് നൽകിയ അല്ലാഹ് എടുത്തുകൊണ്ടുപോയ റൂഹ് പിന്നെയും തിരികെ തരാൻ വല്ല പണിയുണ്ടോ? അല്ലാഹുവിന്റെ മുമ്പിൽ അങ്ങനെ നോക്കും. മറിച്ച് പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ, നിങ്ങൾ വാദിച്ചു അങ്ങനെ ഒരു ദിവസമൊന്നും ഞാൻ നിങ്ങൾക്ക് ആക്കൂല, ഒരന്ത്യനാടോ ഒരു വിചാരണയോ ഇല്ലെന്ന് നിങ്ങളുടെ ഉള്ളു പലപ്പോഴും നിങ്ങളെ ബോധ്യപ്പെടുത്തി. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. മറിച്ച് അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മൾ അങ്ങനെ നമ്രശിരസ്കരായി പഞ്ചഭുജമടച്ച് ഒന്നുമില്ലാതെ നിൽക്കുമ്പോ അല്ലാഹു പറയും, ഇപ്പം കണ്ടില്ലേ, നിങ്ങളൊക്കെ എന്റെ മുമ്പക്ക് വന്നില്ലേ, എന്താ നിങ്ങളുടെ ഡയലോഗ്? നിങ്ങൾ വല്ലാത്ത ഡയലോഗ് പറഞ്ഞു നടന്നു. ഇങ്ങനെ ഒരു ദിവസമൊന്നും വരാനില്ലെന്ന്, നമ്മളിങ്ങനെ ഒരു ദിവസം നിങ്ങൾക്കാക്കൂലെന്ന് അല്ലാഹു നമുക്ക് കാത്തിരക്ഷ നൽകി പ്രദാനം ചെയ്യട്ടെ. എപ്പോഴും ഓരോ നിസ്കാരത്തിന് നിൽക്കുമ്പോഴും പഠിച്ചാൽ എന്റെ റബ്ബിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കേണ്ട ഒരു ദിവസം ഉണ്ടല്ലോ എന്ന് കുറെ കഴിഞ്ഞിട്ട് അങ്ങനെ എന്തെങ്കിലും ചിന്തിക്കണമെങ്കിൽ പ്രസക്തി ഇല്ല. ഇറ്റ് ഈസ് നിയറസ്റ്റ് ടു അസ്, നമ്മളിലേക്ക് അടുത്ത് വന്നുകൊണ്ടിരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യനാളിന്റെ ഒരു തെളിവായിട്ട് പറഞ്ഞിരുന്ന ഹദീസിൽ, ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് നമ്മൾ പഠിക്കുന്നതാണ്, പക്ഷെ നമ്മുടെ പഠനം നമ്മുടെ ഉസ്താദുമാരൊക്കെ അങ്ങനെ പറയാറുണ്ടായിരുന്നു, ഉമ്മാനെ മോനെ വ്യഭിചരിക്കുന്ന കാലം എത്തിക്കഴിഞ്ഞാൽ അന്ത്യനാൾ പ്രതീക്ഷിച്ചു. അതൊക്കെ ഉണ്ടാവുന്നത് അല്ലേ? നമ്മുടെ വലിയപ്പാല കാലത്തൊക്കെ സ്വാഭാവികമായിട്ടും ചിന്തിച്ചില്ല. നമ്മുടെ പെങ്ങളൊക്കെ പ്രായത്തിൽ ഇമ്മാനെ വ്യഭിചരിക്കുന്ന മോനോ അങ്ങനത്തെ ഒരു പ്രോസസ്സന്നെ ചിന്തിക്കാൻ കഴിയണില്ല. അത് നടക്കുമോ? ഈ കോഴിക്കോട് ജില്ലയിൽ 1, 2, 3 അല്ലല്ലോ, എത്ര കൗൺസിലേഴ്സ് ആണ് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയത്. ഉമ്മാരി വിഭ്രാന്തി കൊണ്ടിട്ട് മനഃശാസ്ത്ര ഡോക്ടറുടെ അടുക്കലേക്ക് വരിക, അങ്ങനെ ഇളകിട്ടാ വരുന്നത്. എന്താ സംഭവിച്ചത്? എന്താ
പറയ ഡോക്ടറെ ഇന്നലെ ഉണ്ടായത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോലും വയ്യ, എന്താ പറ എന്നാലല്ലേ പരിഹാരമുള്ളൂ. ഇന്നലെ രാത്രി എന്റെ അടുക്കൽ വന്നതിന്റെ മോനാണ് കോഴിക്കോട് ജില്ലയിൽ കൃത്യമായ റിപ്പോർട്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുന്നില്ല. ലഹരി ഉപയോഗിച്ച് മത്ത് കയറിയിട്ട് വരികയാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അന്ന് പറഞ്ഞു അത് ഉൾക്കൊള്ളാൻ ഒരു 10-30 വർഷം മുമ്പ് പ്രയാസം ഉണ്ടായിരുന്നു. ഇന്ന് ഇറ്റ് ഈസ് വെരി വെരി നോർമൽ. എല്ലാവർക്കും ഉൾക്കൊള്ളാൻ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ അങ്ങനൊക്കെ എത്തിക്കഴിഞ്ഞു അന്ത്യനാളിലേക്ക് നമ്മൾ അടുക്കുകയാണ്. അതോടെ ഭൗതിക ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ കൂടുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? നമ്മൾ നല്ലോണം ആഖിറത്തിന് വേണ്ടി പണിയെടുക്കണം കേട്ടോ. പക്ഷെ ദുനിയാവിന്റെ നസീബ് നിങ്ങൾ മറക്കണ്ട. അതാണ് റസൂലുള്ളാഹിന്റെ വാക്ക്. സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ലോണം ആഹാരത്തിന് വേണ്ടി പണിയെടുക്കണം. പക്ഷെ ദുനിയാവിൽ വീട് വേണ്ടേ, കല്യാണം വേണ്ടേ, മക്കളെ നോക്കേണ്ട, ദുനിയാവിന്റെ നസീബ് മറക്കുകയും വേണ്ട. നമ്മളിൽ നല്ലവർക്ക് തന്നെ എന്ന് ദുനിയാവിന് വേണ്ടി നല്ലോണം പണിയെടുക്കുന്നു. പക്ഷെ ആഹാരം മറക്കണില്ല എന്നേ ഉള്ളൂ. ആഹാരം മറക്കണില്ല എന്നേ ഉള്ളൂ. അതല്ല റസൂലുള്ളാഹി പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളെ പണി മുഴുവൻ ആഖിറത്തിനാവണം, പക്ഷെ ദുനിയാവിന്റെ നസീബ് നിങ്ങൾ മറക്കാതിരുന്നാൽ മതി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്നിട്ട് ഖുർആൻ പറയാണ്, അങ്ങനെ അന്ത്യനാളിലേക്ക് നമ്മൾ എത്തിയാൽ വവുളിഅൽ കിതാബ്, നമ്മളെ കിതാബ് വെക്കപ്പെടും. പഠിച്ചോനെ എല്ലാം രേഖപ്പെടുത്തി പോയല്ലോ. കണ്ടത്, പറഞ്ഞത്, കേട്ടത്, ചെയ്തത് എല്ലാം ആള് കണ്ടിട്ടില്ലെങ്കിലും കിതാബില് മണിക്ക് മണിയായി രേഖപ്പെടുത്തി വെക്കപ്പെട്ടിരിക്കുന്നു. ആ കിതാബ് വെക്കപ്പെടുമ്പോ ഫതറൽ മുജ്രിമീൻ, ഇതൊന്നും കേൾക്കാതെ ഇവിടെ കുറ്റം ചെയ്തവർ അവിടെ ഇങ്ങനെ കാണും. മുശ്ഫിഖീന മിമ്മാ ഫീ, ആ കിതാബ് ഇങ്ങോട്ട് നോക്കിയിട്ട് മുശ്ഫിഖീൻ, വിറക്കുക, പേടിച്ച് വിറക്കുക. പഠിച്ചോനെ, അവര് പറയും ചെയ്യും, ആ കിതാബേട ഇതൊക്കെ ഈ ചെയ്തതല്ലേ എന്ന് പറഞ്ഞ് മുമ്പിൽ വെക്കുമ്പോ അവര് പറഞ്ഞുകൊണ്ടിരിക്കും, യാ വൈലതനാ, ഞങ്ങളെ നാശമേ മാലിയ, ഈ കിതാബിൽ എന്ത് പറ്റി? അവിടെ മുഫസ്സിരീങ്ങൾ കൊണ്ടുവരുന്നൊരു വല്ലാത്ത ചിന്തയുണ്ട്. മനുഷ്യന്റെ ചിന്ത, നമ്മൾ നന്നാകാത്തതിന്റെ അടിസ്ഥാന കാരണങ്ങളിൽ ഒന്നാണ്. എന്താണ്? ആ ഗ്രന്ഥം കാണുമ്പോൾ മനുഷ്യന് പറയും, മാലിയ ഹാദൽ കിതാബ്, ഈ കിതാബിന് എന്ത് പറ്റി? ലാ യുഗാദിറു സഗീറതൻ വലാ കബീറ, ചെറിയ തെറ്റോ വലിയ തെറ്റോ ഇത് ഒഴിവാക്കിയിട്ടില്ലല്ലോ. ഇല്ലാ അഹ്സാഹാ, അത് ക്ലിപ്തമാക്കി റിപ്പോർട്ട് ചെയ്തിട്ടല്ലാതെ. അവിടെയും മനുഷ്യൻ കംപ്ലൈന്റ് പറയാം, ഞാൻ തെറ്റ് ചെയ്തു എന്നല്ല. പിന്നെയോ തെറ്റ് ചെയ്തത് രേഖപ്പെടുത്തിയ ഗ്രന്ഥത്തെയാക്കി കിതാബാണിത്. ഇതൊക്കെ പാഠത്തിൽ എഴുതി വെച്ച് കിടന്ന് മനുഷ്യനൊരു സ്വഭാവമാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. എന്തും അപ്പൊ കിതാബിന്റെ മേലേക്ക് ചാമ്പ നമുക്കല്ല കുഴപ്പം. ഇതൊക്കെ രേഖപ്പെടുത്തിയ കിതാബ്. ഇതാണ് അടിസ്ഥാന റിസൾട്ടായിട്ട് സ്വർഗത്തിൽ നിന്ന് പുറത്തു വന്നു ആര്? സയ്യിദുനാ ആദം അലൈഹിസ്സലാം. ഒരു ചെറിയ അശ്രദ്ധ എന്ന് പറയാം. അതേ സ്വർഗത്തിൽ നിന്ന് പുറത്തു വന്നു ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. എന്നാൽ രണ്ടുപേരും സ്വർഗത്തിൽ നിന്ന് പുറത്തു വന്നപ്പോ അള്ളാഹുവോട് നടത്തുന്ന കമന്റ് രണ്ടുപേരും നടത്തിയിട്ടുണ്ട്. ആദം നബി എന്ത് പറഞ്ഞു? റബ്ബനാ ളലംനാ അൻഫുസനാ, പഠിച്ചോനെ ഞാനാണ് തെറ്റ് ചെയ്തത്. അവിടെ അൻഫുസന തഅക്കീദ്, ഞാൻ തന്നെയാണ് തെറ്റ് ചെയ്തത്. അല്ലെങ്കിലും ആദം നബി അലൈഹിസ്സലാമിനെ പറഞ്ഞ പിശാച് വസ്വാസ് ഉണ്ടാക്കിയിട്ടാണ്, പിശാച് തോന്നിപ്പിച്ചിട്ടാണ്, റബ്ബേ തങ്ങറാക്കിയിട്ടാണ് ഞാൻ ആ പഴം കഴിച്ചത്. അതല്ല പറഞ്ഞത്. പിന്നെയോ റബ്ബനാ ളലംനാ അൻഫുസനാ, ഞാനാ തെറ്റ് ചെയ്തത്, അല്ലാഹു സ്വീകരിച്ചു. ഞാനാ തെറ്റ് ചെയ്തത്, അല്ലാഹു സ്വീകരിച്ചു. ആദം നബി അലൈഹിസ്സലാം പ്രവാചകനായി മാറി.
എന്നാൽ അതേ സ്വർഗത്തിൽ നിന്ന് പുറത്തു വന്നപ്പോ അതിന്റെ പ്രശ്നം അള്ളാന്റെ മേൽ കണ്ട് ചാമ്പി. സുഖമുള്ള പരിപാടിയാണ്. റബ്ബി ബിമാ അഗ്വൈതനി, ഞാൻ കേടുവെന്നല്ല പറഞ്ഞത്. റബ്ബി ബിമാ അഗ്വൈതനി, റബ്ബേ നീ എന്നെ കേടുവരുത്തിയില്ലേ, അതുകൊണ്ട് എന്റെ അടിമകളെ മുഴുവൻ ഞാൻ കേടുവരുത്തും. രണ്ടും മനുഷ്യന്റെ പ്രശ്നം. ഒന്ന് തെറ്റ് സ്വന്തം ഏറ്റെടുത്തിട്ടുണ്ട്. ഇന്നത്തെ കാലത്തിന്റെ പ്രശ്നമാണ്. പിന്നെ നമ്മളിങ്ങനെ ആവാതിരിക്കും. മൊബൈൽ ഫോണിന്റെ പ്രശ്നമാണ്. പിന്നെ നമ്മളിങ്ങനെ ആവാതിരിക്കും. നമുക്കൊന്നല്ല തെറ്റ്, കാലത്തിനാണ്. നമ്മൾ കാലത്ത് കുറ്റം പറയുന്നു. ഇന്നില്ല നല്ല മനുഷ്യന്മാര്. കാലത്തിനല്ല പ്രശ്നം. പിന്നെയോ നമുക്കാണ്. പിശാച് എന്താ ചെയ്തത്? ഇത് നേരെ അള്ളാന്റെ മേൽ ചാർത്തി എന്ന് മാത്രല്ല, മനുഷ്യന്റെ അടുത്ത രോഗം അതാണ്. തനിക്കു ശേഷം പ്രളയം. ഞാൻ ഏതായാലും കേടുവന്നില്ല, ഇനി ഞാൻ പടച്ചോനെ എല്ലാവരെയും കേടുവരുത്തും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഞാൻ ഏതായാലും എല്ലാവരും അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഇതൊക്കെ വരാൻ പോകുന്ന ഒരു ദിവസം അവിടെ അവരെത്തിക്കുന്നതാണ്. ചെയ്തതൊക്കെ എല്ലാം നമ്മുടെ മുമ്പിൽ റെക്കോർഡ് ആയിട്ട് കിട്ടും. നമ്മൾ ചിന്തിക്കണം. ഇടയ്ക്കിടയ്ക്കിരുന്ന് ആലോചിക്കണം. പഠിച്ചോനെ മുമ്പിൽ ഇങ്ങനെ നിൽക്കണം. ആ കിതാബ് തുറക്കപ്പെടും. ഇതിൽ ഓരോ വരികളെടുത്ത് വായിക്കുമ്പോൾ എൻ്റെ അവസ്ഥ എന്തായിരിക്കും? എന്നാൽ അള്ളാഹോടും ദുൽമ ചെയ്യൂലട്ടോ. അള്ളാഹു ചെയ്തതിനെ തരുള്ളൂ. ആരെയും പ്രത്യേകിച്ചൊരു അക്രമം ഒന്നും നടത്തൂല. നമ്മൾ ചെയ്തത് കൃത്യമായി രേഖപ്പെടുത്തും. അള്ളാഹു ആ ദിവസോർക്കാണ് തൗഫീഖ് നൽകട്ടെ. സൂറത്തുൽ കഹ്ഫ് ഇങ്ങനെ ഓതുമ്പോ ഫുള്ളും കൂടെ നമുക്ക് തിരിഞ്ഞോണമെന്നില്ല. എന്നാലും അതിങ്ങനെ ഓതുമ്പോ അന്ത്യനാട് ഓർക്കണം. കുറച്ച് കഴിഞ്ഞ് വെള്ളിയാഴ്ച സഫ്ഫ് എന്ന് പറയുമ്പോ പടച്ചവന്റെ മുമ്പിൽ നിൽക്കണതാണ് ഓർക്കണം. പിന്നെ നിങ്ങൾ ഓർക്കേണ്ടത് നമ്മളൊക്കെ പറയുന്ന ഒരു വാക്കാണ്, എന്ത് പറ്റി കിതാബിന് എല്ലാം ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അള്ളാഹു നമുക്ക് പുറത്തിരുത്തി. അങ്ങനത്തെ ഒരു ദിവസം, ആ ദിവസത്തിന്റെ പ്രത്യേകത, അന്ന് നമ്മളിങ്ങനെ അന്ത്യനാളിൽ നിൽക്കുമ്പോ അള്ളാഹ് നമ്മളോട് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. എന്റെ അടിമകളെ, ഞങ്ങൾക്ക് കുറെ കാലം മിണ്ടാതിരുന്നത്. അള്ളാഹു ഇങ്ങനെ നമ്മൾ തെറ്റും തമ്മാടിത്തരവും ധിക്കാരവും ചുളിവും വെള്ളവും കാട്ടി ജീവിക്കുമ്പോ അള്ള മിണ്ടാതിരിക്കണ കണ്ടിട്ട് വിചാരിക്കേണ്ടവർക്ക് മിണ്ടാൻ കഴിയാഞ്ഞിട്ടാണെന്ന് ഒരു ദിനം കണ്ട് വരുന്ന ഉറപ്പുണ്ട്. അള്ളാഹ് പറയും, അന്ത്യനാളിൽ അള്ളാഹു പറയും, ദുനിയാവിൽ നിങ്ങൾ പലതും ചെയ്തപ്പോൾ ഞാൻ മിണ്ടാതിരുന്നു. ഇന്നിങ്ങനെ ഞാൻ മുണ്ടിപ്പോകരുത് എന്ന് എനിക്ക് കുറച്ച് പറയാണ്ട് അത് കേട്ടുകൊള്ളണം. അല്ലാഹു അതൊക്കെ നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. യാ ഇബാദി, എന്റെ അടിമകളെ, എന്ന് നിങ്ങളുടെ തറവാടിത്തമൊക്കെ മാറ്റിവെക്കണം. ഇന്നെന്റെ നസബ് ഉയർത്തുന്ന ദിവസമാണ്. ഇന്ന് ഞാനാണ് അനിൽ ജബ്ബാർ. പാടില്ല. ഇന്നിന്റെ അധികാരത്തിന്റെ ദിവസം അല്ലേ? നമ്മളെന്തൊക്കെ ചെയ്തു? അല്ലാഹു ഉണ്ടാതെ ഒന്നും പ്രതികരിക്കാതെ അള്ളാന്റെ അസ്മാഉൽ ഹുസ്ന ഇങ്ങനെ കണ്ട് വായിക്കുമ്പോ അതിന്റെ അവസാനം യാ സബൂർ, നമുക്കെന്നെ തോന്നില്ല അള്ളാന്റെ ക്ഷമയുടെ വലുപ്പത്രേ. മിണ്ടാതിരിക്കുക എന്താ? നമ്മളൊക്കെ കണ്ടെത്തുന്ന അള്ളാഹ് ഉറപ്പുണ്ട്. അള്ളാഹു അന്നേക്ക് ഒരുങ്ങാനുള്ള ദിവസം നിൽക്കട്ടെ. അന്ന് നമ്മുടെ മുമ്പിൽ നമ്മുടെ അമലുകളൊക്കെ വെക്കും. അതിന് ഞാൻ നിങ്ങൾക്ക് ക്ലിപ്തമാക്കി തരും.
ഞാനതിനെ പൂർത്തീകരിച്ചു തരും. എന്നിട്ട് അല്ലാഹു പറയാണ്, ആ അമല് ഏടകൾ ഇങ്ങനെ മുമ്പിൽ വെച്ച് അമല് കാണിക്കപ്പെടും. ഫമൻ വജദ ഖൈറ ഖൈറത്തിച്ചാൽ ഫൽയഹ്മദില്ലാഹ്, അല്ലാഹുവിനെ സ്തുതിച്ചോളി. വമൻ വജദ ഗൈറ ദാലിക, ഖൈറല്ലാത്ത ശർറ് കൂട്ടം കൂട്ടമായിട്ട് അവിടെ കാണുമ്പോ ഫലാ യലൂമന്ന ഇല്ലാ നഫ്സാ, സ്വന്തത്തിനെ മാത്രം കുറ്റം പറഞ്ഞാൽ മതി. നിങ്ങൾ ചെയ്തതാണ് ആ കാണുന്നത്. അല്ലാഹു അന്നേക്ക് ഒരുങ്ങാണ് തൗഫീഖ് നൽകട്ടെ. അതാ പണ്ഡിതന്മാര് പറയും, അൽ യൗമ അമൽ, ഇന്ന് പണിയെടുക്കുക, പല ഹിസാബൊന്നുമില്ല. എന്നാൽ അള്ളാഹുവിന്റെ മുമ്പിലെത്തുമ്പോ ഹിസാബുൽ അമലി, എല്ലാത്തിന്റെയും ഹിസാബ് നടക്കും. എത്രത്തോളം എന്നറിയുമോ? മാമിൻ ദാബത്തിൻ വലാ ത്വാഇരിൻ, പക്ഷിയും മൃഗവും എല്ലാം ഇല്ല. സയഹ്ശുറുഹും യൗമൽ ഖിയാമ, പക്ഷികളെയും മൃഗങ്ങളെയും വരെ അന്ത്യനാളിൽ ഒരുമിച്ച് കൂട്ടും. സുമ്മ യഖ്തസ്സു ലിബഅദിഹാ ലിബഅദ്, പിന്നെ ചിലതിനോട് പ്രതികാരം സ്വീകരിക്കും. ഇവിടെ ഇപ്പോ വലിയ പക്ഷി ഉണ്ടാവും, ചെറിയ പക്ഷി ഉണ്ടാവും, വലിയ മൃഗം ഉണ്ടാവും, ചെറിയ മൃഗം ഉണ്ടാവും. വേദനിപ്പിച്ചവരെയൊക്കെ അവിടെ ഹിസാബ് നടത്തി പ്രതികാരം നൽകപ്പെടും. എന്നിട്ട് റസൂലുള്ളാഹി പറയാണ്, ആ ദിവസമുണ്ടല്ലോ ഹത്താ യഖ്തസ്സുൽ ജൽജാ, എന്ന് പറഞ്ഞാൽ കൊമ്പില്ലാത്ത ആടിനെ പറയാം. കൊമ്പില്ലാത്ത ആട് പ്രതികാരമെടുക്കുന്നതാണ്. കൊമ്പുള്ള ആടിൽ നിന്ന്, കൊമ്പുള്ള ആട് ചിലപ്പോ കൊമ്പില്ലാത്ത ആടിനെ ദ്രോഹിച്ചിട്ടുണ്ടാകും. അതിനുപോലും അന്ന് പ്രതികാരമുണ്ടാകും. അള്ളാഹു അന്നേ ദിവസം നമ്മളെ വിജയിപ്പിക്കട്ടെ. അള്ളാഹു അന്നേ ദിവസം നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇൻ അർബഅതൻ, നാലാളുകൾ എന്ന് പറഞ്ഞാൽ 4 വിഭാഗം ആളുകൾ. വേറെ 4 ആളുകളെ കൊണ്ട് അവരെ മേൽ സാക്ഷി നിർത്തപ്പെടും. അന്ത്യനാളിൽ ഒരു പ്രത്യേക മൊമെന്റ് ഉണ്ട്. അതേതാണ് ആ മൊമെന്റ്? അല്ലാഹു പണക്കാരെ മുഴുവനും വിളിക്കും. സമ്പത്ത് തന്നവർ അല്ലെങ്കിലും നമ്മളോടുള്ളത് സമ്പത്തിനാണെങ്കിലും റസൂലുള്ളാഹി പറഞ്ഞില്ലേ, മസാക്കീന് സ്വർഗ്ഗത്തിൽ കിടന്നിട്ട് 500 വർഷത്തെ നീണ്ട ഹിസാബിന് ശേഷമാണ് അഗ്നിയാവ് സ്വർഗ്ഗത്തിലേക്കെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിയായിനെ മൊത്തം വിളിക്കും. എന്നിട്ട് ചോദിച്ചു, ഫയുഖാലു ലക്കും മാ ശഅലക്കും അൻ ഇബാദത്തില്ലാഹ്, നമുക്ക് ഒരുപാട് പൈസ ഉണ്ടായിരുന്നു, ശരി, പക്ഷെ നിങ്ങളും ഇബാദത്തിനെ കണ്ടില്ലല്ലോ, 5 വക്ത് പള്ളികൾ വന്നിട്ടില്ലല്ലോ, ഖുർആൻ 5 പേജുകൾ ഓതിയിട്ടില്ലല്ലോ, എന്തെങ്കിലും ഇത്ര തിരക്കുണ്ടായിരുന്നത്? അപ്പൊ അവര് പറയും, റബ്ബേ, നീ ഞങ്ങൾക്ക് അധികാരം തന്നു, അധികാരം തന്നപ്പോ ഞങ്ങൾ ജോലിയായി, ഞങ്ങൾക്ക് ആരാധിക്കാൻ പോലും സമയം കിട്ടിയില്ല, ഞങ്ങളുടെ അധികാരം ഉണ്ടാക്കുന്ന നെട്ടോട്ടത്തിലായിരുന്നു ഞങ്ങൾ. സമകാലിക വിഷയം. അപ്പോ അല്ലാഹു ചോദിച്ചാൽ, നിങ്ങൾ അധികാരമായിരുന്നു നിങ്ങളുടെ പ്രശ്നം, എന്നാ പറയടോ, ആരാണ് ഏറ്റവും കൂടുതൽ അധികാരം ഉണ്ടായിരുന്നത്? അൻതും അം സുലൈമാൻ, നിങ്ങൾക്ക് അധികാരമുണ്ടായത് ഒരു പഞ്ചായത്താകും, ഒരു ജില്ലയാകും, ചെറിയൊരു നാടാകും. പക്ഷേ സുലൈമാൻ ലോകത്തിന് മൊത്തം അധികാരമുണ്ടായിരുന്നു. അധികാരങ്ങളെ പ്രശ്നം ഞങ്ങളെ കാട്ടി വലിയ അധികാരം ഉണ്ടായിരുന്നു സുലൈമാൻ നബി അലൈഹിസ്സലാം. അവര് വഴിപേച്ചു പോയിട്ടില്ലല്ലോ, അവരെന്നെ മറന്നിട്ടില്ലല്ലോ, അവര് ആരാധിച്ചിട്ടുണ്ടല്ലോ, അവര് നിസ്കാരത്തിൽ അമാന്തത കാണിച്ചിട്ടില്ലല്ലോ. എന്നെയാണോ നിങ്ങളുടെ അധികാരം? അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അതോടെ അയാൾ ശിക്ഷിക്കപ്പെടുകയാണ്. പിന്നെ റബ്ബ് വിളിക്കുന്നത് ഐന അഹ്ലുൽ ബലാ, എവിടെ പ്രയാസങ്ങൾ അനുഭവിച്ചവർ. ചിലരെങ്ങനെയാണ് രോഗവും കഷ്ടപ്പാടുമായിട്ട് നിസ്കരിക്കാൻ സമയം കാണൂല. അവരെ പ്രശ്നം എന്താണ്? ബുദ്ധിമുട്ടായിരുന്നു, പട്ടിണിയായിരുന്നു, കഷ്ടപ്പാടായിരുന്നു, രോഗമായിരുന്നു. അല്ലാഹു അവരോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, നിങ്ങളാണോ അയ്യൂബ്? അയ്യൂബാണോ ഏറ്റവും വലിയ പരീക്ഷണമുള്ള ആൾ? അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ പരീക്ഷണം മുമ്പിലിട്ട് വരും. അയ്യൂബ് നബിക്ക് നല്ല സമ്പത്ത് വരെ ഉണ്ടായിരുന്നു.
എല്ലാം നശിച്ചു പോയി. ഒരു പ്രത്യേക അപകടം വന്ന് എല്ലാം നശിച്ചു. രോഗം വന്നപ്പോൾ ഒരു ഭാര്യയല്ലാത്തവരെ ഒഴിവാക്കി നോക്കിട് പോലുമില്ല. അറപ്പോടെ വറപ്പോടെ സമീപിക്കാൻ തുടങ്ങി. പക്ഷേ അപ്പോഴും അല്ലാഹുവിനെ ഓർത്തവരാണ് അയ്യൂബ് അലൈഹിസ്സലാം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ, അല്ലാഹു നമുക്ക് ഈ ചിന്തയോടെ ജീവിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അപ്പൊ അധികാരവും സമ്പത്തൊക്കെ കിട്ടിയവരോട് നിങ്ങൾക്കാടോ സുലൈമാനാടോ ഞാൻ കൂടുതൽ കൊടുത്തത്? സുലൈമാൻ നബിക്കല്ലേ, എന്നിട്ട് എന്നെ ഓർത്തല്ലോ. ചിലര് ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കും ചോദിക്കുന്നവർക്കാണോ അയ്യൂബിനാണോ ബുദ്ധിമുട്ട് കൂടുതലുണ്ടായിരുന്നത്? അയ്യൂബ് നബി എന്നിട്ട് എന്നെ മറന്നില്ലല്ലോ. അപ്പൊ പിന്നെ കുറെ യുവാക്കൾ കൗമാരക്കാർ അവരവരങ്ങനെ പ്രത്യേകം വിളിച്ചുകൊണ്ടും എന്തടോ നിങ്ങളൊന്നും യുവത്വത്തിൽ മരിച്ചുപോയ ഒരുപാട് ആളുകൾ ഉണ്ടാകും. യുവത്വം അള്ളാന്റെ മാർഗത്തിൽ നിന്ന് ഭ്രംശമായി പോയ ഒരുപാട് ആളുകൾ ഉണ്ടാകും. അവരൊക്കെ വിളിച്ചിട്ട് കൂട്ടിയിട്ട് ചോദിക്കും, എന്താ നിങ്ങൾക്ക് എന്നെ ഓർക്കാൻ കഴിയാതിരുന്നത്? അപ്പൊ പറയും, ഞങ്ങൾക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നല്ലോ, ഞങ്ങള് നല്ല യുവാക്കളുമായിരുന്നല്ലോ, ആ ഞങ്ങളുടെ ലാവിഷ്മെന്റിൽ ഞങ്ങൾ മുഴുകിപ്പോയി. കുറച്ച് ചന്തും ചമ്പൽക്കാരൊക്കെ തന്നപ്പോ ഞങ്ങളൊന്ന് അടിച്ചു പൊളിക്കാൻ പോയി, അതോടെ നിന്നെ ആരാധിക്കാൻ പറഞ്ഞു. ഇപ്പൊ ചോദിക്കുമേടോ, നിങ്ങളാണോ സയ്യിദുന യൂസുഫാണോ അലൈഹിസ്സലാം ഏറ്റവും ചന്തമുള്ളത്? സുലൈഹ പിന്നാലെ നടന്നിട്ട് പോലും വീഴാത്ത പുരുഷനാണ് സയ്യിദുന യൂസുഫ് അലൈഹിസ്സലാം. നാളെ ചന്തം ചെറുത്തൊക്കെ ഇവിടെ കിടവിടെ നമ്മൾ തേച്ച് വലിക്കിട്ടല്ലേ ഈ സ്റ്റാറാവാൻ നടക്കണത്. അള്ളാഹ് ചോദിക്കും, നിങ്ങളെ ചന്തവിടെ, യൂസുഫിന്റെ ചന്തവിടെ? സയ്യിദുന യൂസുഫിന് ഞാൻ എന്ത് ഭംഗി കൊടുത്തു അലൈഹിസ്സലാം, എന്നിട്ടും കേടുവന്നില്ലല്ലോ. അതുകൊണ്ട് നിങ്ങളുടെ ന്യായങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. അള്ളാഹു നമുക്ക് അതിനൊക്കെ ഒരു തൗഫീഖ് നൽകട്ടെ. അപ്പൊ പിന്നെ അടുത്തൊരു വിഭാഗം, നാലാമത്തൊരു വിഭാഗം, അവരോട് അല്ലാഹു ചോദിക്കും, മാ ശഅലകും മൻ ഇബാദത്തില്ല, എന്തെങ്ങനെ ആരാധിക്കാതിരുന്നത്? അവർ പറയും, ഇബ്തലാനല്ലാഹു ഫീ ദാരി ദുനിയാ ബിഫഖ്രിൻ, ഞങ്ങൾക്ക് ഭയങ്കര ദാരിദ്ര്യമായിരുന്നു. അപ്പൊ അല്ലാഹു കൊണ്ടുവരും, അൻതും അം ഈസ അലൈഹിസ്സലാം അശദ്ദു ഫഖറാ, നിങ്ങൾക്കാണോ പാപ്പ പോലും ഇല്ലല്ലോ സയ്യിദുനാ ഈസ അലൈഹിസ്സലാം, ആ ഈസക്കാണോ ദാരിദ്ര്യം ഉണ്ടായിരുന്നത്? നെടും ദാരിദ്ര്യത്തിൽ പെട്ടിട്ടും എന്നെ മറന്നില്ലല്ലോ ഈസ, പിന്നെ നിങ്ങൾക്ക് എങ്ങനെ ന്യായം പറയാൻ കഴിയും? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ ഒരു ബോധം അന്നും, കാരണം ഇതൊക്കെ അല്ലാഹു ചോദിക്കുന്നത് അന്നും മനുഷ്യൻ കാരണം പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം പറയാൻ നിൽക്കുമ്പോഴാണ് അല്ലാഹു അൽയൗമ നഖ്തിം, അല്ലാഹു നമ്മളെ വായിക്കും കണ്ട് സീലോ അല്ലാത്തൊരു രംഗാണ്. അന്ത്യനാളിലെ സങ്കടപ്പെടുത്തുന്ന ഒരു രംഗം നമ്മുടെ നാവുകൊണ്ട് മുണ്ടാൻ കഴിയും. പിന്നെ ആരെ വിളിച്ചു പറയാം? കയ്യെ വിളിച്ചു പറഞ്ഞു ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, കൈ വിളിച്ചറിഞ്ഞ് ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, കണ്ണ് വിളിച്ചറിഞ്ഞ്, നാവ് വിളിച്ചറിഞ്ഞ്, എല്ലാ അവയവങ്ങളും വിളിച്ചറിഞ്ഞ് വിളിച്ചു പറയുമ്പോ നമ്മക്ക് അത്ഭുതം. നമ്മുടെ ഉള്ളിൽ നിന്നൊരു ചോദ്യമാണ്, ഒന്നും മുണ്ടാൻ കഴിയില്ല. നമുക്ക് മുണ്ടാൻ കഴിയുന്നത് മാത്രം എന്റെ കൈയല്ലേ, എന്റെ കണ്ണല്ലേ, നീ എനിക്കെതിരെ സാക്ഷി നിൽക്കുകയോ? ഞാനല്ല കണ്ണ തന്നത്, മനുഷ്യന്റെ ഒരു ചിന്തയാണ്. ഞാനല്ല നിന്നെ പരിപാലിച്ചത്, നിനക്ക് മുറിവ് വന്നപ്പോ ഞാനല്ല മരുന്ന് പറയേണ്ടിയത്. എന്റെ കയ്യല്ലേ എനിക്കെതിരെ പറയാണോ? മനുഷ്യരെ അത്ഭുതപ്പെടുമ്പോ അവയവങ്ങൾ വിളിച്ചു പറയും, എല്ലാത്തിനെയും സംസാരിപ്പിച്ച, ഞങ്ങളെ എല്ലാത്തിനെയും സംസാരിപ്പിച്ച അല്ലാഹ് ഞങ്ങളെയും സംസാരിപ്പിച്ചതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് തുറന്നു പറയല്ലാതെ മാർഗമില്ല. ആ ദിവസത്തിലേക്ക് പോവാണ്. ദുന്യാവിന്റെ ഫിത്നയിൽ പെടാതിരിക്കണമെങ്കിൽ രണ്ട് കാര്യം. ഒന്ന്, ദുന്യാവ് പെട്ടെന്ന് തീരുന്നു മനസ്സിലാക്കുക. രണ്ടാമത്തത്, ദുന്യാവ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ വരാനുള്ളത് യൗമുൽ ഖിയാമ, അന്ത്യനാൾ. അതിന്റെ ശേഷമുള്ള പണികൾ അത് വല്ലാത്ത റിസ്കാണ്. നല്ല ചൊറുക്കുണ്ടായിരുന്നു.
ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു നല്ല അടിച്ചു പൊളിച്ചൊക്കെ നടത്തിയിരുന്ന ഒരു മനുഷ്യനായിരുന്നു. നല്ല പ്രൗഢിയുള്ള വസ്ത്രം ധരിക്കുമായിരുന്നു. അങ്ങനത്തെ അവരെയാണ് കുറച്ച് കാലങ്ങൾക്ക് ശേഷം അവര് ഖലീഫയായപ്പോ അവര് ഉസ്താദ് കണ്ടത്. ഉസ്താദ് കണ്ടപ്പോൾ തങ്ങളോട് ചോദിച്ചു, യാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, ലയോ ഉമറേ, അല്ലാതെ മാറിപ്പോയല്ലോ, ഖദ് തഗയ്യറ ലൗനുക, നിറമൊക്കെ കുറഞ്ഞു പോയല്ലോ, ഖദ് കാന മർകബുക വതിഅ, നല്ല പുള്ളിങ്ങുള്ള വാഹനമൊക്കെ ഉണ്ടായിരുന്നല്ലോ, വകാന സൗബുക ജലിയ, വസ്ത്രമൊക്കെ നല്ല മൊഞ്ചായിരുന്നല്ലോ, പാക്ക് മാറിയല്ലോ, എല്ലും തോലുവയ്ക്കണ്. ഞാൻ എന്റെ ശിഷ്യന് ഖലീഫൊക്കെ ആയതല്ലേ, ഒന്ന് കാണാന്ന് വിചാരിച്ച് വന്നപ്പോ ഇങ്ങനൊക്കെ ആയിപ്പോയല്ലോ, എന്തു പറ്റി? അപ്പോ അബ്ദുൽ അസീസ് തങ്ങൾ പറയാണ്, ഉസ്താദേ, ഞാൻ ഇന്നലെ ചിന്തിച്ചു പോയി. ഉസ്താദ് പണ്ട് ക്ലാസ്സിൽ ഒരു വല്ലാത്ത വാക്യം ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിരുന്നല്ലോ, ഇന്ന ബൈന അയ്ദീകും മഖബാത്ത്. പണ്ടുസ്താദ് പഠിപ്പിച്ചെന്നില്ലേ, നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് കടമ്പകൾ വരാണ്ട് കേട്ടോ. ഈ കടമ്പകൾ വിട്ടുകടക്കണമെന്നുണ്ടെങ്കിൽ ശരിക്കും പണിയെടുത്ത്, ശരീരം പോലും വലിയുന്ന രൂപത്തിൽ പണിയെടുത്ത് കഷ്ടപ്പെട്ടാലേ ഈ അക്കപ്പ മുന്നോട്ട് കടക്കാൻ കഴിയുള്ളൂ. ഇത് കുറച്ച് റിസ്കാണ്. കാരണം ഖബർ, ഹിസാബ്, സിറാത്ത് പാലം, എന്തെല്ലാം ഒറ്റക്ക് കടക്കണ്ടേ. ആരുമില്ലല്ലോ സപ്പോർട്ടിന്, ആരുമില്ലല്ലോ ഒന്ന് സഹായിക്കാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മഹബ്ബത്ത് വെച്ചിട്ട് ആ മഹബ്ബത്ത് ക്ലിയർ ആണെങ്കിൽ അവിടുത്തെ മഹിയത്തെങ്കിലും ഉണ്ടാകും. നേരിട്ടതൊക്കെ ഒറ്റക്കാണ്. ഞാൻ അങ്ങനെ ആലോചിച്ചു, ഉസ്താദ് പറഞ്ഞ അഖബ എനിക്കൊക്കെ വിട്ട് കിടക്കാൻ കഴിയും, നല്ല പണിയെടുക്കാതെ റിസ്ക് എടുക്കാതെ വിട്ട് കിടക്കാൻ കഴിയും. ഇതിങ്ങനെ ചിന്തിച്ചപ്പോ ഞാൻ മാറിപ്പോയതാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ഖുർആനാണ്, ഹദീസാണ്, ദുനിയാവ് നല്ല സുഖമുള്ള ദുനിയാവാണ്. നേരത്തെ ഭക്ഷണം, കിടക്കാൻ സൗകര്യം, മൊബൈൽ ഫോൺ ഉണ്ടാകുമ്പോ അല്ലാഹനെ മറക്കും. അതൊക്കെ നമുക്ക് രക്ഷപ്പെടാം, അതൊന്നും കുഴപ്പമില്ല. അങ്ങനെ രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ നീര് കെട്ടണത് വരെ മുത്തിനബി നിസ്കരിക്കാണ്. എന്താ അതിന്റെ പിന്നിലൊക്കെ ലോജിക്ക് വല്ലതുണ്ടോ? റസൂലുള്ളാഹിക്ക് ആ തഹജ്ജുദിന് 5 നിസ്കരിച്ചാ പോരായിരുന്നോ? 3-3.5 മണിക്ക് പൊട്ടത്തരെന്നല്ല ഇന്നത്തെ ബുദ്ധി പറയാ. നീര് കെട്ടാണ്, കാലിങ്ങനെ ഊർക്കുക. അതുവരെ ഹബീബ് കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹനെ കണ്ട നബിയാണ്, അത് അർശും കണ്ട നബിയാണ്, അത് സ്വർഗവും നരകവും കണ്ട നബിയാണ്. കടക്കണമെങ്കിൽ ശുക്ർ ചെയ്തേ പറ്റൂ. ആ ബോധമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകട്ടെ. വല്ലാത്തൊരു ദുനിയാവിന്റെ സുഖത്തിലും ചിന്തയിലും നെട്ടോട്ടത്തിലുമാണത് നമ്മളിപ്പോൾ ഉള്ളത്. അതുകൊണ്ട് കേൾക്കുന്നു, കണ്ട് മറക്കുന്നു. അല്ല, നമ്മളൊരു മാറ്റത്തിന് തയ്യാറാവണം. ഇടയ്ക്കിരുന്ന് ആലോചിക്കും, എന്റെ ഖബറെന്താകും, എന്റെ ഹിസാബ് എന്താവും, ഞാൻ മരിച്ചുപോയി രക്ഷപ്പെടുവോ, ആ സിറാത്ത് പാലം ഒന്ന് വിട്ടുകിടക്കണ്ടേ, ഒരു നിമിഷമെങ്കിലും നരകത്ത് കടന്നുപോയാൽ താങ്ങാൻ കഴിയുമോ? ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കുക. ഏതായാലും ഈ ശഅബാൻ, ഈ പ്രഭാതത്തിൽ